ഹലോ, ഇന്ന് ഞങ്ങൾ മൂന്നാർ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ എണീറ്റ് റൂമിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത്. ഈ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി മോർണിംഗ് ആയിരുന്നു ശരിക്കും. എനിക്കതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വോയിസ് ഇട്ടിട്ട് എനിക്കത് നശിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല രസമായിരുന്നു അവിടെ. ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്ന സ്ഥലം റോസ് ഗാർഡനാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്തത് കാണാം. അപ്പോൾ ഞങ്ങൾ റോസ് ഗാർഡനിലെത്തി. റോസ് ഗാർഡനിൽ ചെന്ന് അവിടെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും കയറി. അവിടെ നിറയെ പൂക്കളുണ്ട്, കുറേ ടൈപ്പ് ചെടികളുണ്ട്. നമ്മൾ ഒരു ചെടികളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ലോണം ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലില്ലാത്ത ചെടികളൊക്കെ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാണുമ്പോൾ ഞാൻ കുറേ അവിടെ നോക്കി നിൽക്കാറുണ്ട്. പിന്നെന്താ, അവരോട് ചോദിക്കും ചെറിയ ഒരു കുറേ ഉണ്ടെങ്കിൽ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ കുറേ മേടിച്ചിട്ടൊക്കെ ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ടൈപ്പ് ചെടികളും ഉണ്ട്, പൂക്കളും ഉണ്ട്. പിന്നെന്താ, ഒരു ചെടി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചെടിയല്ല പൂവ്, ഒരു വയലറ്റ് കളറ് ഡാലിയ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഡാലിയ ഈ കളറിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഏത് ചെടിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. പിന്നെയാണ് അവിടെ താഴെ ഓരോ ചെടികളുടെയും താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആന്തൂറിയാണ്, ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പിന്നെ റോസ് ഗാർഡൻ ആയതുകൊണ്ട് കുറേ ടൈപ്പ് റോസുകളുണ്ട്. എന്താ പറയുക, ശരിക്കും വലിയ വലിയ സൈസുള്ള റോസുകൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി റോസുകളാണ് കൂടുതലുള്ളത്. അല്ലാതെ കുറേ ചെടികളുണ്ട്. ഇങ്ങനെ എല്ലാ ചെടികളുടെയും താഴെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ചെടിയാണെന്ന് മനസ്സിലാവും ചെയ്യും. പിന്നെന്താ, പിന്നെ അവിടെ തന്നെ കുറേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളുമുണ്ട്. ഇതൊക്കെ നല്ല. പിന്നെ ഇവിടെ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞ സാധനം, കണ്ടോ, ഡാലിയ എന്നായിരുന്നു ചെടി. ഇത് കുറേ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് നമ്മളെ വിടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ വെച്ച് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ചെടികൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അവിടെ എല്ലാ ചെടികളും നമുക്ക് കിട്ടില്ല. ചില ചെടികളൊക്കെ അവർ സെയിൽ കൊടുക്കുന്നില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാ ചെടികളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ ഈ ചെടി നല്ലതായിരുന്നു. ഇതിൻ്റെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഇതുപോലെ ഈ ബുഷുകളൊക്കെ നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ ബുഷുകൾ ഓരോ പാറ്റേണിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഇവിടെ പിന്നെ കുറേ ടൈപ്പ് ഔഷധ ആയുർവേദ അങ്ങനത്തെ ടൈപ്പ് ചെടികളും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള ഓരോ മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് നക്ഷത്രമാണ് അതിനൊരു മരം ഉണ്ട് അത്രേ. അതുപോലെ നമുക്ക് ഏത് നക്ഷത്രമാണ് നമ്മുടെ ഏത് മരം നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതാണ് നീലക്കുറിഞ്ഞിയുടെ കുറച്ച് സ്ഥലങ്ങളിൽ നീലക്കുറിഞ്ഞി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൂ നല്ല ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ. പിന്നെന്താ, ഈ സൈക്കിളൊക്കെ ഇവരിങ്ങനെ ആൾട്ടറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ സ്പോട്ട് പോലത്തെ സ്ഥലങ്ങളാണ്. എവിടെ നിന്നാലും നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അതാണ് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി നിന്നാലും നമ്മുടെ ബാക്കിൽ ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഫോട്ടോ നല്ല അടിപൊളി ഫോട്ടോ ആയിരിക്കും എന്തായാലും. ഇതൊക്കെ നമ്മുടെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് വീടിനകത്തും വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ അത്രയധികം മെയിൻ്റനൻസ് ഒന്നുമില്ല. നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ എപ്പോഴും നോക്കുക അങ്ങനെയൊന്നും ഇല്ലാത്ത ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് എനിക്ക് അറിയില്ല. ഇതിവിടെ തന്നെ ചില പ്ലാന്റ്സിൻ്റെയൊക്കെ പേര് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. കാക്ടസ് ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ് ആ ചെടികളുടെ പേര്. പിന്നെ ചില ഫ്ലവേഴ്സും ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉള്ള ഓരോ ചെടികളുടെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഇങ്ങനെ ഇലച്ചെടികൾ കൂടുതലും ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇവിടെ നിന്ന്
പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ട് പോവാം, മേടിക്കാം. പിന്നെന്താ, ഇത് സ്ട്രോബെറി ബെഗോണിയ ആയിരുന്നു. ഈ ചെടിയുടെ പേര് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുണ്ട്. ഞങ്ങളിവിടെ ഇത്തിരി നേരത്തെ തന്നെ വന്നു. ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ വന്നപ്പോൾ ഇവിടെ ഇന്ത്യയിലത്തെ എല്ലാ സ്ഥലത്തു നിന്നും, എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ ആൾക്കാരുണ്ട്. ഈ മൂന്നാർ വന്നപ്പോൾ ഞാൻ അതാണ് നോട്ടീസ് ചെയ്തത്. ഉത്തരേന്ത്യയിൽ നിന്നും എല്ലായിടത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളൊരു സ്ഥലമാണ്, അത്രയ്ക്കും ഫേമസ് ആണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലത്തേക്ക്, ഈ മൂന്നാർക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ. എന്ന് വെച്ചാൽ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അത്രയും നല്ലതായതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ പിന്നീടാണ്, ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നാണ് എൻ്റെ ഒരു ആശ്വാസം. ഇതൊക്കെ സെയിലിന് വെച്ച പ്ലാന്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഞങ്ങളിത് കഴിഞ്ഞിട്ടും ഒരു ഗാർഡൻ ടൈപ്പ് ഓഫ് സ്ഥലത്തേക്ക് തന്നെയാണ് പോയത്. ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനത്തെ ഒരു ഗാർഡനിലേക്കാണ് പോയത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അങ്ങനെ എല്ലാ വീഡിയോസും കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തോളും. പിന്നെ എന്താ പറയുക, ഞങ്ങൾ മേടിച്ച ചെടിയാണിത്. അപ്പോൾ റോസ് ഗാർഡൻ ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ.